മുറ്റത്ത് ചാമ്പയില നിറച്ചങ്ങ് കായ്ച്ച് കിടക്കുന്ന കണ്ടു കഴിഞ്ഞപ്പോഴുണ്ടല്ലോ, സ്വന്തം മുറ്റത്തായതുകൊണ്ടായിരിക്കും വലിയ മീച്ചൊന്നും തോന്നിയില്ല കേട്ടോ. ഇനിയിപ്പം വേറെ ആരുടെയെങ്കിലും പറമ്പിലൊക്കെ ആയിരുന്നെങ്കിൽ ഹായ് ചാമ്പയ്ക്ക എന്നൊക്കെ പറഞ്ഞേനെ. 3-4 ദിവസമായിട്ട് ഒരു മഴക്കാറൊക്കെ ഉണ്ടെങ്കിലും മഴ അങ്ങ് പെയ്യാത്തത് കൊണ്ട് ഉടനെ അങ്ങ് പെയ്യുമെന്ന് വലിയ പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അങ്ങനെ സിറ്റ് ഔട്ടിൽ ചുമ്മാ വൈകുന്നേരം വർത്താനമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കണ നേരത്താണ് വലിയൊരു മഴക്കാർ ഇങ്ങ് വരുന്നത് കണ്ട്. അപ്പോൾ ഉടനെ തന്നെ അങ്ങ് മഴ പെയ്താലോ എന്ന് വിചാരിച്ച് 2 പാത്രമൊക്കെ എടുത്തുകൊണ്ട് ഓടി ചെന്ന് കേട്ടോ ചാമ്പങ്ങ പറിക്കാനായിട്ടേ. താഴെ നിന്നിട്ട് കിട്ടുന്നതൊക്കെ അങ്ങ് പറിച്ചെടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ സ്റ്റൂളിൻ്റെ മേലെ കയറി നിന്നിട്ട് ഞാൻ പറിക്കായിരുന്നു കേട്ടോ. ഇനിയിപ്പം നമ്മൾ കമ്പ് കൊണ്ടൊക്കെ അടിച്ച് വീഴ്ത്തി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് താഴെ വീണ് പൊട്ടിപ്പോകുമല്ലോ എന്ന് വിചാരിച്ചോണ്ടേ. ഇനിയിപ്പോൾ മഴയെങ്ങാനും പെട്ടെന്ന് പെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചാമ്പങ്ങയിൽ വെള്ളം കയറിയിട്ട് അതിൻ്റെ രുചിയും പോകും, പിന്നെ പുഴുവും പിടിക്കുമല്ലോ പെട്ടെന്ന്. ഞങ്ങളുടെ ഈ ചാമ്പങ്ങ മെയിനായിട്ട് കൊണ്ടുപോകുന്ന ആൾക്കാർ കിളികളാണ് കേട്ടോ. രാവിലെ ഒരു 8-9 മണിയൊക്കെ ആകുമ്പോഴേക്കും തുടങ്ങും ചാമ്പയെന്ന് കലപില കലപിലാന്ന് ഒച്ച. ഈ പച്ചയും മഞ്ഞയും കറുപ്പും വെള്ളയൊക്കെ പല തരത്തിലുള്ള പല കളറുകളിലുള്ള പക്ഷികൾ വന്നിരിക്കുന്നത് കാണാൻ നല്ല രസമാണ്. ഞാനിടയ്ക്ക് മാറി നിന്നൊക്കെ നോക്കും കേട്ടോ. അടുത്ത് നിന്ന് കഴിഞ്ഞാൽ ഇതുങ്ങളൊക്കെ അങ്ങ് പറന്നു പോകുമല്ലോ. എന്തായാലും എനിക്ക് മുഴുവനൊന്നും പറിക്കാൻ പറ്റിയില്ല. കുറച്ച് പറിച്ച് കഴിഞ്ഞപ്പോഴേക്കും മഴ അങ്ങ് തകർത്ത് പെയ്യാൻ തുടങ്ങി കേട്ടോ. ഇനിയിപ്പം ബാക്കി പിന്നെ പറിക്കാം.